വിനോദസഞ്ചാരികളുടെ പറുദീസയായ മലമ്പുഴയിൽ വേനൽ അവധിക്കാലത്ത് സഞ്ചാരികൾ എത്തുന്നത് തീരെ കുറയുകയാണ്. ചൂടും മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവൃത്തിയുമാണ് സഞ്ചാരികളുടെ ഒഴുക്ക് കുറയാൻ കാരണമാകുന്നത്. ഉദ്യാനത്തിന് മുന്നിലുള്ള നടപ്പാതകൾ വിജനമായിരിക്കുന്നു. ആളൊഴിഞ്ഞ റോപ്പ് വേകൾ. ജലനിരപ്പ് താഴ്ന്നതോടെ തെക്കേ മലമ്പുഴയിലും കവാഭാഗത്തും സന്ദർശകരില്ല. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മലമ്പുഴ. നിരവധി പേർ ദിവസേന വന്നു പോകുന്നിടം. മലമ്പുഴ ഉദ്യാനം, തെക്കേ മലമ്പുഴ, റോക്ക് ഗാർഡൻ, കവ എന്നിവയാണ് പ്രധാന കേന്ദ്രങ്ങൾ. വേനലവധിക്കാലത്താണ് മലമ്പുഴയിൽ സഞ്ചാരികൾ കൂട്ടത്തോടെ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ വിനോദസഞ്ചാരികൾ എത്തുന്നത് വളരെ കുറഞ്ഞു. കഠിനമായ ചൂടും നവീകരണത്തിനായി മലമ്പുഴ ഉദ്യാനം അടച്ചിട്ടതും സന്ദർശകരുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായി. വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിച്ച് ചെറുകിട കച്ചവടം നടത്തുന്നവർക്കും തിരിച്ചടിയായി. ലോക്ക്ഡൌണിന് സമാനമാണ് മലമ്പുഴയിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കച്ചവടക്കാർ പറയുന്നു. കച്ചവടക്കാർക്ക് ശരിക്ക് പെട്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം കഴിഞ്ഞ വെക്കേഷൻ കാലത്തൊക്കെ അവിടെ നല്ല തിരക്കും കച്ചവടക്കുള്ള സമയമായിരുന്നു. പ്രാവശ്യം വിസിറ്റേഴ്സും ഇല്ല, കച്ചവടമില്ല, തിരക്കും ഇല്ല, മൊത്തം ഒഴിഞ്ഞാണ്. ലോക്ക്ഡൗൺ കാലം പോലെ ഇപ്പോൾ കിടക്കണം അവിടെ. ഇത് വികസനം 2 മാസം 3 മാസം കൊണ്ടൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാലും നടക്കില്ല. കച്ചവടക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കച്ചവടമില്ലായ്മയും ഇതൊക്കെ ബാധിച്ചിട്ടുള്ളതാണ്. മൈസൂർ വൃന്ദാവൻ മാതൃകയിൽ മലമ്പുഴ ഉദ്യാനത്തെ അണിയിച്ചൊരുക്കാനുള്ള പ്രവൃത്തികളാണ് ഉദ്യാനത്തിൽ നടന്നുവരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 78 കോടി രൂപ ചെലവിലാണ് നവീകരണം. മാർച്ച് അവസാനത്തോടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ നവീകരണ പ്രവൃത്തികൾ പാതി പോലുമായിട്ടില്ല. പാലക്കാട്ടെ പകൽ നേരത്തെ പൊള്ളുന്ന ചൂടും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയാൻ പ്രധാന കാരണമായി മാറി. വേനലവധി തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജൂണോടുകൂടി സ്കൂളും കോളേജുകളും തുറക്കും. വേനലവധിക്കാലത്താണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ മലമ്പുഴയിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ചൂട് കൂടിയതിനാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. മലമ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുദേവിനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.